Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് കരിമീൻ കൊണ്ട് ഫിഷ് മോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കരിമീൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് കരിമീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേഷൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയല്ല, സാദാ മുളക് പൊടിയാ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങ നീരിന് പകരം 2 ടീസ്പൂൺ വിനീഗർ ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ 3 കരിമീനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിലെ മാരിനേഷൻ ഈ 3 കരിമീന് കൃത്യമാണ്. ഇനി ഈ മാരിനേഷന്റെ ഉപ്പും എരിവും പുളിയൊക്കെ പാകാണെന്ന് നോക്കിയിട്ട് ഓരോ മീനായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. മീൻ ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ദാ ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 മീനും നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ചൂടായ എണ്ണയിലിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. അതുപോലെ മിനിമം ഒരു 2 to 3 മിനിറ്റ്സ് എങ്കിലും ഒരു സൈഡ് കുക്കായിട്ട് വേണം കരിമീൻ മറിച്ചിടാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ദാ ഇവിടെ കരിമീനൊക്കെ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. കരിമീൻ്റെ 2 വശവും നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവണം. എന്നാൽ ഒത്തിരി അങ്ങ് മുരിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ഈ ഫ്രൈ ചെയ്തിട്ടുള്ള കരിമീൻ ഒന്ന് മാറ്റി വെക്കാം. ഞാൻ ഈ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഫിഷ് മോളി തയ്യാറാക്കുന്നത്. പാൻ ഒന്ന് മാറ്റിയേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂവും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 15 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ എരിവിന്റെ താല്പര്യം അനുസരിച്ച് പച്ചമുളകിന്റെ ഒക്കെ അളവിൽ മാറ്റം വരുത്തണം. അപ്പോൾ ദാ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ ഒക്കെ പച്ചപ്പൊക്കെ മാറി നന്നായി തന്നെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ദാ ഇവിടെ സവാളയൊക്കെ നല്ല പാകത്തിന് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ ഫിഷ് മോളിക്ക് ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. നിങ്ങൾക്കിനി ക്രീം കളറിലെ ഫിഷ് മോളിയാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ഈ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചപ്പൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർക്കാം. ഇനി ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരണം. അതിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ ദാ ഇവിടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങയുടെ 2ാം പാലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണമെന്നുള്ളതനുസരിച്ച് വേണം തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട്. ഞാനിവിടെ 2 കപ്പ് 2ാം പാലാണ് ചേർക്കുന്നത്. ഇനി ഈ 2ാം പാൽ നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ സമയത്ത്
ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടിയാണെങ്കിലും ഉപ്പാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇവിടെ രണ്ടാം പാല് നല്ല പാകത്തിന് തിളയ്ക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ആക്കിയിട്ട് വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കരിമീൻ ചേർക്കാൻ. ഇനി ഈ ഗ്രേവി കരിമീനിലോട്ട് നന്നായിട്ട് പിടിക്കണം. മാത്രമല്ല തേങ്ങാപ്പാൽ ഒന്ന് പാകത്തിന് വറ്റി നന്നായി തന്നെ കുറുകി വരണം. ഈ സമയത്ത് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. തവിയിട്ടിളക്കിയാൽ മീൻ പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദാ ഇവിടെ രണ്ടാം പാല് നല്ല പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എരിവും ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. വിനീഗർ ചേർത്തിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളിക്ക് പാകത്തിന് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ വിനീഗർ ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഇനി ഫ്ലെയിം ഏറ്റവും ലോ ആക്കിയിട്ട് നല്ല കട്ടിയുള്ള 1 കപ്പ് ഒന്നാം പാല് ചേർക്കാം. കൂടെ തന്നെ ഒരു തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ തവി കൊണ്ടൊന്ന് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ ചട്ടിയാണെങ്കിലും പാൻ ആണെങ്കിലും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഒന്നാം പാല് ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അതുപോലെ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. ഗ്രേവിയിൽ പാകത്തിന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങുമ്പോഴും വെളിച്ചെണ്ണ ചേർക്കാത്തത്. അപ്പോൾ ദാ ഒന്നാം പാല് ചേർത്ത് നന്നായി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ദാ അത്രയേ ഉള്ളൂ. കരിമീൻ കൊണ്ടുള്ള ഫിഷ് മോളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കരിമീൻ കൊണ്ട് മാത്രമല്ല, ആവോലി കൊണ്ടും നെയ്മീൻ കൊണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഫിഷ് മോളി തയ്യാറാക്കാം. തണുത്ത് കഴിയുമ്പോൾ ഗ്രേവി ഒന്നുകൂടി ഒന്ന് കുറുകി നല്ല ക്രീമി കൺസിസ്റ്റൻസി ആണ്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പത്തരിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഫിഷ് മോളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ലോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീ കുക്ക്ഡ്.